നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് ജനങ്ങളിൽ നിന്നാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്. പക്ഷെ ആ ജനങ്ങൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം എന്നുള്ളത്, എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അങ്ങനെയാണ് അച്ഛൻ എപ്പോഴും പറയാം. ഇതിനൊക്കെ എല്ലാത്തിലും മായം ചേർത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഏത് സംഗതി അത് സർവത്ര മായമാണല്ലോ. പക്ഷെ ഞങ്ങൾക്കത് എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഇതെല്ലാവരും വിചാരിക്കുന്നത് എന്താ അവർക്ക് ഇത് ഭയങ്കര ഒക്കെ ആയല്ലോ, നമുക്കെന്താ തുടങ്ങിയാൽ. അങ്ങനെ തുടങ്ങിയ കുറേ ആളുകളുണ്ട്. ഇത് എപ്പോഴും നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാവർക്കും നമുക്ക് അതല്ലേ കളവുകളും വർദ്ധിക്കുന്നത്. വേഗം പൈസ ഉണ്ടാക്കാൻ വേണ്ടി കക്കാൻ പോകും. 10 ആളുകളുണ്ടെങ്കിലും 10 യൂണിയനാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഫാക്ടറിയിൽ ഇത്രയും തൊഴിലാളികൾ ഉണ്ടായിട്ട് ഒരു യൂണിയനും ഞങ്ങൾക്കില്ല. അന്നൊന്നും ഞങ്ങൾ സ്വപ്നത്തിലും കൂടി ചിന്തിച്ചില്ല. അവർ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് പോകാൻ നമ്മൾ സ്വപ്നത്തിലും കൂടി വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളൊരു 30ഓളം രാജ്യങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഗുണനിലവാരം തന്നെയാണ് അതിൻ്റെ മൂലമന്ത്രം. 8 പതിറ്റാണ്ടിലധികമുള്ള പാരമ്പര്യമായിട്ട് ജൈത്രയാത്ര തുടരുകയാണ് ആർജി ഫുഡ്സ്. രണ്ടാം തലമുറയിൽപ്പെട്ട ഒരു സാരഥി എന്ന നിലയിൽ എങ്ങനെയാണ് അതിൻ്റെ വളർച്ച നോക്കിക്കാണുന്നത്? എൻ്റെ അച്ഛൻ മുടുവിൽ ഗോപാലൻ എന്ന് പറഞ്ഞ ആളാണ് ഈ സ്ഥാപനം തുടങ്ങിയത്, ഈ പ്രസ്ഥാനം. ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഉള്ളൊരു സ്ഥാപനമാണ് അത്. ആദ്യം ഫസ്റ്റ് തന്നെ നമ്മൾ ഈ മൂരിച്ചക്കിൽ വെച്ചിട്ടായിരുന്നു ഈ ഇത് ചെയ്തത്. അച്ഛൻ ചെയ്തിട്ടില്ലെങ്കിലും അച്ഛൻ ആളെ വെച്ചിട്ട് മൂരി കേട്ടിട്ടുണ്ടോ? മൂരീനെ വെച്ചിട്ട് ആട്ടിയിട്ട് എണ്ണ എടുക്കുന്നത്. അങ്ങനെ ഒരു ചാക്ക് അരച്ചാക്ക് വെള്ളമൊക്കെയാണ് അന്ന് ആട്ടാൻ പറ്റുള്ളൂ. അത്രയും അതിന് കപ്പാസിറ്റി ഉള്ളൂ. മൂരീനെ വെച്ചിട്ട് തിരിക്കുന്നത്. അതിലാണ് ഞങ്ങൾ തുടങ്ങിയത്. പിന്നെ അതിൽ കൂടാതെ അച്ഛൻ പല ഈ സോഡൻ്റെ പരിപാടി, അങ്ങനെയുള്ള പല പല പരിപാടി അച്ഛൻ ചെയ്തിരുന്നത്. പക്ഷേ ഇതിലാണ് അച്ഛൻ ഉറച്ചു നിന്നത്, എണ്ണയിൽ. പിന്നെ നമ്മൾ ഈ മൂരിയിലോടുന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ അച്ഛൻ ഈ അന്ന് ഗോതമ്പത്തിനൊക്കെ ഭയങ്കര ടൈറ്റുള്ള സമയത്ത് ഗോതമ്പം മില്ലായിരുന്നു നമുക്ക്. കുറേ മില്ല അന്ന് എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ടത്. ഗോതമ്പം പൊടിക്കുക, അരി അങ്ങനെയുള്ള, അറിയില്ല ഗോതമ്പം പൊടിക്കുന്നത്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറുട്ടി റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കോഴിക്കോട് ലോറി സ്റ്റാൻഡിൽ ആദ്യമായിട്ട് ഞങ്ങളൊരു മിഷൻ വെച്ചിട്ടുള്ള എണ്ണാട്ട് യന്ത്രം തുടങ്ങിയത്. റോട്ടറി ചക്ക്. അതവിടുന്ന് ഞങ്ങൾ ആദ്യം 3 ചക്കയായിരുന്നു, പിന്നെ അത് 8 ചക്കാക്കി. പിന്നെ അത് ഞാനൊക്കെ എൻ്റെ ഒരു ഓർമ്മയിൽ ഞങ്ങൾക്കൊരു 40ഓളം ചക്ക് എന്ന് പറഞ്ഞാൽ കാസ്റ്റേണ്ട തിരിക്കുന്ന മോട്ടറിൽ ഓടുന്ന. അന്ന് നമ്മളൊരു 100-150 ചാക്കൊക്കെ എള്ള് ഞങ്ങൾ ഡെയിലി കൃഷി ചെയ്യായിരുന്നു. അതാട്ടി. പിന്നെ അതിൻ്റെ ഗുണനിലവാരം അച്ഛൻ എപ്പോഴും ഒരു ഓർമ്മ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് സംഗതി ചെയ്യുകയാണെങ്കിലും നമ്മൾ ഗുണനിലവാരം, നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് ജനങ്ങളിൽ നിന്നാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്. പക്ഷെ ആ ജനങ്ങൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം എന്നുള്ളത്, എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അങ്ങനെയാണ് അച്ഛൻ എപ്പോഴും പറയാം. അത് പരിശുദ്ധി മീൻസ് പരിശുദ്ധി. ഞങ്ങളത് ഇന്ന് വരെ അത് പാലിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും അച്ഛൻ പറയും, നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഇതിനൊക്കെ എല്ലാത്തിലും മായം ചേർത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഏത് സംഗതി അത് സർവത്ര മായമാണല്ലോ. പക്ഷെ ഞങ്ങൾക്കത് എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. മായ എന്താണെന്നുള്ളത്. ആകുമ്പോൾ അച്ഛൻ പറയും, എടാ ഇത്ര പൈസ കിട്ടില്ല, ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ 100 രൂപ കിട്ടുന്നത്. അന്ന് 100 രൂപ എന്നാണ് പറയാം. 100 രൂപ ഒക്കെ ഭയങ്കര മൂല്യമുള്ള സമയമാണ്. 100 രൂപ കിട്ടുകയാണെങ്കിൽ 150 രൂപ കിട്ടുന്ന പണിയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാലത്തും നമ്മൾ അങ്ങനത്തെ ഒരു പണിയും ചെയ്യാൻ പാടില്ല. അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഷട്ടർ താത്തുക, പറമ്പിലേക്ക് പോവുക. ഞാൻ കുറേ തെങ്ങും തോട്ടമുണ്ട്, അതിലേക്ക് പോവുക, ഇത് നിർത്തുക. അതെപ്പോഴും ഞാൻ ഇന്ന് വരെ പാലിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതൊരു ബ്രാൻഡിൻ്റെയും പ്രധാനപ്പെട്ട അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഗുഡ് വില്ലാണ്. അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആർജി ഫുഡ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഇത് മെയിനായിട്ട് നമ്മൾ എള്ള് പർച്ചേസിങ്ങിലാണ് ഇത്. നമ്മൾ കേരളം കാശ്മീർ ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റിലും എള്ളുണ്ട്. കേരളം കാശ്മീർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, കേരളത്തിൽ മടിയന്മാരാണ്, കാശ്മീരിൽ വേറെ ഒരു വിധത്തിലാണ്. ഇത് 2 സ്റ്റേറ്റിലും എള്ളില്ല. പണ്ട് കേരളത്തിൽ നല്ല എള്ളുണ്ടായിരുന്നു. നിലമ്പൂർ ആ ഭാഗത്തേക്കൊക്കെ നല്ലോണം എള്ളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോൾ ഇല്ല, ആ എള്ളൊന്നുമില്ല. പക്ഷെ ഞങ്ങളിപ്പോഴും കൽക്കട്ട, ആന്ധ്ര, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും മാത്രമാണ് എള്ള് വാങ്ങുന്നത്. അത് ഞങ്ങൾ ഗുണനിലവാരം
കണക്ക് ഞങ്ങൾ ആദ്യമൊക്കെ ഞാനും വൈഫും പോവുമായിരുന്നു അവിടെ ഗുജറാത്തിലാണെങ്കിലും കൽക്കട്ടയിലാണെങ്കിലും എല്ലാ പാടങ്ങളിലും ഞങ്ങൾ പോവും. ഈ വിതയ്ക്കുന്ന സമയത്ത്, ഈ എള്ള് വിതയ്ക്കുന്ന സമയത്ത് ഞങ്ങളതിൻ്റെ അത് കച്ചവടം ചെയ്യും. അത് നമ്മളെ ഭാഗ്യമാണത്. കാരണം വെച്ചാൽ വിളവ് ജാസ്തി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെട്ട്. ചിലപ്പം വിളവ് നശിച്ചു പോയി നമുക്ക് കേൾക്കുന്നില്ലല്ലോ. ആ വിളവ് നശിച്ചാൽ പിന്നെ നമ്മളെ കാര്യം കഷ്ടമായി. അപ്പോൾ നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു കഷ്ടകാലം ഉണ്ടായിട്ടില്ല. എള്ള് വിതയ്ക്കുന്ന സമയത്ത് വില പറയും. എന്നിട്ട് ആ എള്ളാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആട്ടിയിട്ട് അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കമ്പനിക്ക് ഓൺ ലാബൊക്കെ ഉണ്ട്. കംപ്ലീറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് ഇന്ന വാല്യൂ ഉള്ള എള്ളാണെങ്കിൽ നമ്മൾ അത് കൊടുക്കുന്നത്. അതാണ് ഈ എള്ള് വാങ്ങലിലാണ് നമ്മളെ വിജയം എന്ന് പറഞ്ഞാൽ എള്ള് കംപ്ലീറ്റ് പർച്ചേസ് ഞാനാണ് ചെയ്യുന്നത്. എല്ലാ സ്റ്റേറ്റും പോയി കഴിഞ്ഞാൽ എള്ള് പർച്ചേസ് ഞാനും വൈഫും കൂടിയാണ് ചെയ്യാറ്. എള്ള് വാങ്ങലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇതെല്ലാവരും വിചാരിക്കുന്നത് എന്താ അവർക്ക് ഇത് ഭയങ്കര ഒക്കെ ആയല്ലോ, നമുക്കെന്താ തുടങ്ങിയാൽ. അങ്ങനെ തുടങ്ങിയ കുറേ ആളുകളുണ്ട്. ഇത് എപ്പോഴും നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് അറിഞ്ഞിരിക്കണം. അറിയാണ്ട് നമ്മൾ എന്ത് സംഗതി ചെയ്തു കഴിഞ്ഞാലും നമ്മൾ എന്ത് പ്രശ്നം എന്താണെങ്കിലും അതിനൊരു ഗുരു വേണം. ഇപ്പോൾ ഒരു തെങ്ങ് കയറ്റക്കാരനാണെങ്കിൽ തെങ്ങ് കയറ്റക്കാരനോട് ചോദിച്ചു എങ്ങനെയാണ് ഇത് കയറുകയെന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് വീണ് ഊര മുറിയും. അതുപോലെ നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബോധം നമുക്ക് വേണം, ഒരു ധൈര്യം. ആ ധൈര്യമാണ് എല്ലാത്തിൻ്റെയും. ധൈര്യം ഇല്ലെങ്കിൽ ഒക്കെ പോയി. നമ്മളിതൊക്കെ കിട്ടും ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, അത് കിട്ടും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഞാൻ ഇന്ന് വരെ ഒരു വിഷമം, എനിക്ക് പൈസക്ക് ടൈറ്റുകൾ ഉണ്ടാവും, ഈ പാർട്ടിക്ക് പൈസ കൊടുക്കാനുള്ളതും മറ്റേതൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ തരണം ചെയ്യാൻ നമുക്ക് മനക്കരുത്തുണ്ടെങ്കിലേ അത് സാധിക്കുള്ളൂ. മെയിനായിട്ട് നല്ല എള്ള് വാങ്ങുക, ആട്ടുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനോട് കൂട്ടിച്ചേർത്ത് ചോദിക്കുകയാണ്, ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ യുവതലമുറയിൽപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് ബിസിനസ്സിലോട്ട് വരണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ബിസിനസ് എപ്പോഴും കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണല്ലോ. അപ്പോൾ പുതുതലമുറയിൽ പെട്ട ആൾക്കാർ ബിസിനസ്സിലോട്ട് വരാൻ ആഗ്രഹമുള്ളവരോട് എന്താണ് പറയാനുള്ളത്? പുതുതലമുറയോട് ചോദിച്ചാൽ എൻ്റെ മകനോട് ചോദിക്കണം എന്താണത്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മളവിടെയുള്ള ആളുകൾക്ക് ആർക്കും ജോലി വേണ്ട. അതാണ് ഇപ്പം എൻ്റെ സ്ഥാപനത്തിൽ ചുരുങ്ങിയത് എല്ലാം കൂടി ഒരു 100-400ഓളം തൊഴിലാളികൾ പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യം ഒരാൾ വെച്ചിട്ട് വർക്ക് ചെയ്ത സ്ഥാപനം 400ഓളം തൊഴിലാളികൾ ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങളെ സ്ഥാപനത്തിൽ ഒന്നും ഈ തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ കൽക്കട്ടയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നോ ഒക്കെ നമ്മളെ നാട്ടുകാർ, ഒരാളെയും ഞങ്ങൾ പുറമെ ഹിന്ദിക്കാരെയോ അല്ലെങ്കിൽ തൊഴിലാളികൾ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവരൊന്നും ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല. ഒക്കെ ഞങ്ങളെ ഇവിടെയുള്ള ആളുകളെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാവർക്കും നമുക്ക് അതല്ലേ കളവുകളും വർദ്ധിക്കുന്നത്. വേഗം പൈസ ഉണ്ടാക്കാൻ വേണ്ടി കക്കാൻ പോകും. ഈ ഹൈടെക് കക്കലുമുണ്ട്, സാധാരണ കക്കലുമുണ്ട്. ഹൈടെക് കക്കുന്ന വലിയ പൈസക്കാരെ അത് പിടിച്ചു കഴിഞ്ഞാൽ രണ്ടാളും ഒരേ മാതിരിയാണല്ലോ സംഭവിക്കുന്നത്. അതുകൊണ്ട് ആരും പഠിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു ബ്രാൻഡിൻ്റെ വളർച്ചയുടെ ഇടയിൽ എന്തായാലും ചെറിയ ചെറിയ പ്രതിസന്ധികളെ എങ്ങനെയായാലും അഭിമുഖീകരിക്കേണ്ടി വരാണ്. അങ്ങനെ എന്തെങ്കിലും RG ഫുഡ്സിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതുവരെ കേരള ഗവൺമെൻറ്റിനാണെങ്കിലും നമുക്ക് നല്ല സപ്പോർട്ടാണ് അവരൊക്കെ തന്നത്. കാരണം ഇപ്പം നമ്മൾ പറയല്ലോ രാഷ്ട്രീയക്കാർ അതങ്ങനെ, ഇത് രാഷ്ട്രീയക്കാർ ഇങ്ങനെ മറ്റ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ മലപ്പുറം ഞങ്ങളെ ഫാക്ടറി വലിയ ഫാക്ടറിയാണ്. വലിയ ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഹൈടെക് എല്ലാം ഹൈടെക്കാണ്. അവിടെ ഇപ്പം ഞങ്ങളൊരു 50,000 സ്ക്വയർ ഫീറ്റിലാണ് ഇപ്പം ഇപ്പോഴത്തെ ഫാക്ടറി നിൽക്കുന്നത്. ഒരു 2.25 ഏക്കറുള്ള സ്ഥലം വാങ്ങിയിട്ട് മലപ്പുറം എയർപോർട്ടിൻ്റെ അടുത്ത് നിങ്ങൾ കാണാൻ പോയാൽ ഞങ്ങൾ നല്ല എണ്ണ കൊടുക്കുന്ന മാതിരി ഞങ്ങൾ ഒരു 10 പൈസയും കൈക്കൂലി കൊടുക്കാറില്ല ആർക്കും. ഞങ്ങളോട് ആരും ചോദിച്ചിട്ടുമില്ല കൈക്കൂലി. എല്ലാവരും പറയാം ആ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി കൊടുക്കണം, ഈ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി കൊടുക്കണം. ഇപ്പം നമ്മളെ വ്യവസായ മന്ത്രി രാജീവ് നല്ല മിടുക്കനായ മന്ത്രിയാണ്. അദ്ദേഹം മകനോട് സംസാരിക്കുകയുണ്ടായി, എന്താവശ്യം ഉണ്ടെങ്കിലും വിഷ്ണു നമ്മളെടുത്ത് വന്ന് പറഞ്ഞാൽ മതി, എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് വിഷമങ്ങളും. ഞങ്ങൾ സത്യത്തിൽ ഈ ഫാക്ടറി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അവരുടെയൊക്കെ നിർബന്ധപ്രകാരമാണ് ഞങ്ങൾ ഈ സ്ഥാപനം മലപ്പുറത്ത് തന്നെ സ്ഥാപിക്കാൻ കാരണം. എന്തായാലും നമുക്ക് എല്ലാം 10 ആളുകളുണ്ടെങ്കിലും 10 യൂണിയനാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഫാക്ടറിയിൽ ഇത്രയും തൊഴിലാളികൾ ഉണ്ടായിട്ട് ഒരു യൂണിയനും ഞങ്ങൾക്കില്ല. ഇപ്പം ഞങ്ങൾ അതോടനുബന്ധിച്ചിട്ട്
ഈ എണ്ണയല്ലാതെ പല പ്രൊഡക്റ്റുകളും ഞങ്ങളിപ്പോൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്നു. കുറേ ഇറക്കി കഴിഞ്ഞ്. അപ്പോൾ വിദേശ രാജ്യങ്ങൾ 30ഓളം രാജ്യങ്ങളിലേക്ക് ഞങ്ങളിപ്പോൾ കയറ്റി അയക്കുന്നുണ്ട്. എണ്ണയല്ലാതെ തന്നെ അരിയുണ്ട്, മസ്റ്റർഡ് ഓയിലുണ്ട്, കായമുണ്ട്, സർബത്തുണ്ട്. പിന്നെ ഇനിയിപ്പോൾ റീസെൻ്റ്ലി ഞങ്ങൾ ഈ പുട്ടുപൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞങ്ങളൊരു 100ഓളം പ്രൊഡക്റ്റ് ഞങ്ങൾ മാർക്കറ്റിൽ ഞങ്ങളൊരു 2 വർഷം കൊണ്ട് ഇറക്കും എന്നുള്ളൊരു ധൈര്യം, മകൻ നോക്കുന്നത് കൊണ്ടൊരു ധൈര്യം നമുക്കുണ്ട്. നമുക്കിപ്പോൾ എല്ലാം നമുക്ക് നമ്മളിൽ നിന്നുള്ളതല്ല, അവരെയാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. അവരാണ് ഇനി എന്തൊക്കെയോ ഞങ്ങൾ ഇത്ര രാജ്യങ്ങളിൽ അന്നൊന്നും ഞങ്ങൾ സ്വപ്നത്തിലും കൂടി ചിന്തിച്ചില്ല. ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് പോകാൻ നമ്മൾ സ്വപ്നത്തിലും കൂടി വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളൊരു 30ഓളം രാജ്യങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഗുണനിലവാരം തന്നെയാണ് അതിൻ്റെ മൂലമന്ത്രം. ഗുണനിലവാരം അത് തന്നെയാണ്. ഇത്രയും കാലത്തെ പാരമ്പര്യമുള്ള കമ്പനി കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ അങ്ങനെ ആ ലെഗസി നിൽക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ എൻഷുർ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ആ ഒരു ലെഗസി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഈ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പറയും വില കൂടുതലാണെന്നുള്ള. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ എണ്ണ എപ്പോഴും 10-20 രൂപ, 25 രൂപ, 30 രൂപ ജാസ്തിയായിരിക്കും. അപ്പോൾ ഞാൻ മകനോട് പറയും, എന്തിനാണ് നമ്മൾ ഇത്ര ജാസ്തിയാക്കുന്നത്? അത് നമ്മൾ കുറഞ്ഞൊരു ലാഭം എടുത്തിട്ട് അങ്ങനെ പോയാൽ പോരെ. അപ്പോൾ മകൻ്റെ അഭിപ്രായം എന്താ പറഞ്ഞാൽ, നമ്മൾ നല്ല സാധനം കൊടുക്കുന്നു, അപ്പോൾ മോശം പൈസ വാങ്ങണ്ടല്ലോ, നല്ല പൈസ തന്നെ വാങ്ങിക്കൂടെ, അതാണ്. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ ഇപ്പം എത്ര സാധനം ഇപ്പം എനിക്കൊരു ധൈര്യം എന്താണെന്ന് പറഞ്ഞാൽ, എത്ര സാധനം ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാലും അത് മാർക്കറ്റ് വിൽക്കാൻ ഒരു പണിയില്ല. ഇവൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് വിഷ്ണു വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ മോനോട് ചോദിച്ചു, എന്നോട് ചോദിച്ചു, അച്ഛൻ ഞാൻ എന്താ ചെയ്യേണ്ടി ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, നീ ഓഫീസിൽ വന്നിരിക്കും. അന്ന് ലോറി സ്റ്റാൻഡിലാണ് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നീ ഇവിടുന്ന് ഗേറ്റ് പാസ് എഴുതി കൊടുക്കുക. ഓരോരാൾ വരുന്ന ആളുകൾക്ക് 1 കിലോ എണ്ണ, 10 കിലോ എണ്ണ, 1 ടിൻ എണ്ണ, അങ്ങനെ ഗേറ്റ് പാസ് എഴുതി കൊടുക്കുക, അതാ നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ രാവിലെ വരും, ഇവൻ വന്ന് കുറച്ച് ഗേറ്റ് പാസ് എഴുതി. ഇവർക്കൊന്ന് ഹൈടെക് കുട്ടികളല്ലേ, അന്നപ്പോൾ എന്താണ് നമുക്ക് ഒരു ചോദ്യം എന്നോട് തന്നെ ചോദിക്കും. അപ്പോൾ ഞാനും വിചാരിക്കും എന്താണ് ഇവനൊരു പണി. പിന്നെ ഞാൻ അവനോട് പറയടാ, നമ്മളെ തൊഴിൽ തന്നെ നമ്മൾ ചെയ്യുക, അതല്ല നമ്മൾ അറിയുന്ന തൊഴിൽ. ഇവൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പല ബിസിനസ്സും അഡ്വാൻസൊക്കെ കൊടുത്തു കഴിഞ്ഞില്ലേ, ഫിലിമിൻ്റെ പല പരിപാടി. എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയാം, അത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ്. കുട്ടികളെ ഇതിൽ നമ്മൾ നോക്കണമല്ലോ, അപ്പോൾ നമ്മൾ അഡ്വാൻസ് അടക്കം കൊടുത്തിരുന്നത് സ്ക്രീൻ പ്രിൻറ്റിങ് എന്നൊക്കെ ഇതുള്ളത്. ഞാൻ പറഞ്ഞു, നമ്മൾ 10ാം ക്ലാസ്സിൽ നിന്ന് 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന പണിയായിരിക്കും, അതുകൊണ്ട് വേണ്ട, നമുക്ക് ഇത് തന്നെ നിൽക്ക്. പിന്നെ വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് ഒഴിവില്ല. അത് കാരണം നമ്മൾ ഗുണനിലവാരമുള്ള സാധനം കൊടുത്തതുകൊണ്ട് ജനങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചത് കൊണ്ടാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞിരിക്കുകയാണ് എല്ലാ ക്ഷേത്രങ്ങളും ഒരു 80% ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ആ ഗുണനിലവാരം. ഇന്ന് ഞാനൊരു വാട്സാപ്പിലൊരു ഇത് കണ്ട്, ഒരാൾ ഞങ്ങളറിയും കൂടിയില്ല, അവർ പറയാം, ഞങ്ങൾ ഇത്രയും കാലം പല എണ്ണയായിരുന്നു ഉപയോഗിച്ചിരുന്നത്, ഇപ്പം ഞങ്ങൾ RG മാത്രമാണ് ഉപയോഗിക്കുന്നത്. കാരണം അത് ഞങ്ങൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഗുണം കണ്ടിട്ടാണ് അത് വാങ്ങുന്നത്, അത് RG തന്നെയാണ് നല്ലതെന്ന് ഒരു പ്രായം ചെന്ന ഒരു നമ്പൂതിരി പറയുന്നത് ഇന്ന് ഞാൻ കേട്ടു. കമ്പനിയുടെ ആരംഭത്തിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് ആയിരുന്നു, ഇപ്പം ഏതൊക്കെ പ്രൊഡക്റ്റിൽ എത്തി നിൽക്കുന്നു? കമ്പനിയുടെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞില്ല, എണ്ണ മാത്രമായിരുന്നു. ഇപ്പം ഞങ്ങളുടെ അടുത്ത് ഒരു 10-30ഓളം പ്രൊഡക്റ്റ് ഇപ്പോൾ ഓൾറെഡി ആയിക്കഴിഞ്ഞ്. ഇപ്പം വിദേശത്തേക്കൊക്കെ നമ്മൾ ഡെയിലി മാസത്തിൽ ഒരു 5-10 കണ്ടെയ്നർ അരി, പാലക്കാടൻ മട്ട അരി നമ്മൾ കയറ്റി അയക്കുന്നത്. പിന്നെ നമ്മൾ ചിപ്സ് അങ്ങനെയുള്ള പിന്നെ അങ്ങനെയുള്ള എല്ലാ ബേക്കറി സാധനങ്ങൾ, ഈ പുട്ടുപൊടി, പിന്നെ കായപ്പം, നെയ്യപ്പം, വട, പഴം പൊരിച്ചത്, ഇത് മുഴുവൻ കയറ്റി അയക്കുന്നുണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക്. അത് നമ്മൾ ചിന്തിച്ചിട്ട് ഒക്കെ വിഷ്ണുവിൻ്റെ ഒരൊറ്റ പ്രയത്നം തന്നെയാണത്, നമുക്ക് പറയാതിരിക്കാം. അപ്പോൾ എപ്പോഴും നമ്മളെ രക്ഷിതാക്കൾക്കുള്ള ഒരു പറയാറെന്ന് പറഞ്ഞാൽ, മക്കളെ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകില്ല, അവരെ കൈപ്പിടിയിൽ. നമുക്കൊരു കൈപ്പിടിയല്ലേ ഉള്ളൂ,
അതിൻ്റെ അങ്ങോട്ട് വളരാൻ നമുക്ക് സാധിക്കില്ല. അപ്പം അവൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് MBA കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ ദുബായിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു 1 കൊല്ലം വരെ. 1 കൊല്ലം അവിടുന്ന് തുടങ്ങിയിട്ടാണ് പിന്നെ ഇവൻ ഇവിടെ വന്നിട്ടാണ് എക്സ്പോർട്ട് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതുവരെ ഞങ്ങൾ എക്സ്പോർട്ട് ഇല്ലെങ്കിലും നമ്മൾ ഈ കേരളത്തിൽ നല്ലൊരു ശക്തി തന്നെയായിരുന്നു എപ്പോഴും. ഇപ്പം കേരളത്തിൽ എവിടെ പോയി പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം കാസർഗോഡ് നിന്ന് ഒരാൾ നമ്മളെ വിളിക്കുകയാണ്, നമുക്കൊരു ബോട്ടിൽ എണ്ണ കിട്ടേണ്ടിയിരുന്നു പറഞ്ഞാൽ എൻ്റെ നമ്പർ അധികം ആർക്കും കൊടുക്കില്ല. അഥവാ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഓരോ വീട്ടിൽ നമുക്ക് എത്തിക്കാനുള്ള സംവിധാനം നമുക്കുണ്ട്. മനസ്സിലായില്ലേ? എവിടുന്ന് കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും പിന്നെ വിദേശത്ത് ദുബായിൽ നിന്നാണെങ്കിലും ഇവിടെയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് ഞങ്ങളെ പ്രൊഡക്റ്റ് അവിടെ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇപ്പം ചക്കിലാട്ടിയ എണ്ണയിൽ നിന്ന് ഇപ്പം 80,000-ലധികം ഔട്ട്ലെറ്റുകളിലേക്കും 30-ലധികം വിദേശ രാജ്യങ്ങളിലേക്കും എത്തിക്കഴിഞ്ഞു. അപ്പം എങ്ങനെയാണ് ആ വളർച്ചയിൽ എങ്ങനെയാണ് ഒരു ഫീൽ? വളർച്ച എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തന്നെ. നമ്മളെ വളർച്ചയിൽ വലിയൊരു മുഖ്യ കാരണം ജനങ്ങൾ തന്നെയാണ്. ജനങ്ങളെ അകമഴിഞ്ഞ പിന്തുണ നമ്മളെ അറിയും കൂടിയില്ല. നല്ലത് കൊടുത്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ സ്നേഹിക്കുക ആളുകൾ. അത് മോശമായി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മതി അത് മോശമാക്കാൻ. നമ്മളെപ്പോഴും ഇപ്പം പർച്ചേസ് ഞാനാണെങ്കിലും ക്വാളിറ്റി കൺട്രോളിങ് കംപ്ലീറ്റ് വൈഫാണ് ചെയ്യുന്നത്. ഞാൻ എന്ത് കഴിച്ചാലും ക്വാളിറ്റി എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് കണ്ടാൽ അത് ടിന്നിലേക്ക് ആക്കും, ബോട്ടിലേക്ക് അത് ഉപയോഗിക്കില്ല. സംഗതിയൊക്കെ ഒന്ന് തന്നെ. ചെറിയൊരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമല്ലോ, അത് ടിന്നിലേക്കാക്കും. അത് അങ്ങനെയാണ് നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി. ഞാൻ പറഞ്ഞ മെയിനായിട്ട് ക്വാളിറ്റിയാണ്. ക്വാളിറ്റി കൺട്രോൾ വൈഫാകുന്ന നേരം എന്ത് സംഗതിയും ഞങ്ങൾ ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ പരിശുദ്ധിയാണ് RG ഫുഡ്സിന്റെ മുഖമുദ്ര. അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ചാലഞ്ചസ് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇതുവരെ ഞങ്ങൾക്കൊന്നും വന്നിട്ടില്ല. ഒരു വിഷമോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഞങ്ങൾക്കൊരു വിഷമം ഞങ്ങൾക്ക് വന്നിട്ടില്ല. അവരൊക്കെ പ്രോത്സാഹനം തന്നെയാണ് ഞങ്ങൾക്ക്. ഇപ്പം നമ്മൾ പല ഇതും ഗവൺമെൻറ് നമുക്ക് കിട്ടാനുണ്ട്, അത് നമ്മൾക്ക് അറിയില്ല. അത് വാങ്ങാനുള്ള ഇത് നമുക്ക് മനസ്സിലാവണ്ടേ, അത് ആൾക്കും മനസ്സിലാകുന്നില്ല. അപ്പം എല്ലാവരും ലോണിന് ഓടുക ചെയ്യുക. ലോണിന് ഓടുന്നത് ഗവൺമെൻറ് തന്നെ നമുക്ക് 5% ലോൺ തരുന്നുണ്ട്. 5% കൊടുത്താൽ മതി, അത്ര ആൾക്കറിയാം. 5% കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം 10, 12, 13% ഇവിടെ ബാങ്ക് ഇൻട്രസ്റ്റ്. ഇതില്ല, ഇത് ആൾക്കറിയില്ല. 4%, 5% ഇവിടെ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് തന്നെ KSIDC എന്നൊക്കെ നമുക്ക് പൈസ തരുന്നുണ്ട്. അതുമ്പോൾ ഡബിളിൽ അധികം ഇൻട്രസ്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ സാധാരണ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ അവർക്കിത് അറിയാത്തത് കൊണ്ടാണ്. അവരറിഞ്ഞിരിക്കണം 4%-ന് ഇവിടെ 5%-ന് ഇവിടെ പൈസ കിട്ടുന്നുണ്ട് എന്നുള്ളത് അവരറിഞ്ഞിരിക്കണം. ഓരോ സ്ഥലങ്ങളിലും ഓരോ പ്രൊഡക്റ്റിനായിരിക്കുമല്ലോ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു മാർക്കറ്റ് കണ്ടെത്തി അവിടെ ഒരു വേരുറപ്പിക്കുക എങ്ങനെയാണ് RG ഫുഡ്സ്? GCC കൺട്രീസിൽ എന്ത് സാധനവും നമുക്ക് ചിലവാകും. പക്ഷേ ക്വാളിറ്റി ഇല്ലാത്ത സാധനം അവിടെ പോയാൽ അന്നപ്പോൾ റിട്ടേൺ അടിക്കും. റിട്ടേൺ അടിപ്പിക്കുന്നത് നശിപ്പിക്കാനുള്ള പൈസയും കൂടി നമ്മൾ ഈടാക്കും. മനസ്സിലായില്ലേ? അപ്പം ഞങ്ങൾ ദുബായ് മിഡിൽ ഈസ്റ്റിലേക്ക് ഞങ്ങളൊരു മാസത്തിൽ 3 കണ്ടെയ്നറോളം എണ്ണ മാത്രം കയറ്റി അയക്കുന്നുണ്ട്. പിന്നെ മസ്റ്റർഡ് ഓയിൽ, കടുകെണ്ണ, പിന്നെ ഇങ്ങനെ കായം, ഇതെല്ലാം നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് നല്ലോണം പോകുന്നുണ്ട്. അത് പറഞ്ഞെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് കടലിൽ കായം കലക്കിയമാതിരി എല്ലാം അങ്ങോട്ട് പോകും. നമ്മളത് എങ്ങനെ പോകണമെന്നുള്ളതല്ല, നമ്മളത് പോകുന്നുണ്ട്. ഒരു 3 കണ്ടെയ്നർ 4 കണ്ടെയ്നറിൻ്റെ അടുത്ത് എണ്ണ മിഡിൽ ഈസ്റ്റിൽ നമുക്ക് ചിലവാകുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ജനങ്ങൾ വാങ്ങാണ്ട് ഇത് ഇഷ്ടപ്പെടാണ്ട് ഇത് ചിലവാകുമല്ലോ.